കേരള സർവകലാശാല താൽക്കാലിക വിസിയായി ചുമതല ഏറ്റെടുക്കാനെത്തിയ സിസ തോമസിന് നേരെ SFI പ്രതിഷേധം. ഗോബാക്ക് വിളിച്ച് SFI പ്രവർത്തകർ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് വിസി സിസ തോമസിനോട് ആവശ്യപ്പെട്ട് മന്ത്രി ആർ ബിന്ദു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, വലിയ പ്രതിഷേധമാണ് SFI ഇപ്പോൾ സിസ തോമസിനെതിരെ നടക്കുന്നത്. മോഹൻ കുന്നുമ്മലിന് താൽക്കാലികമായി ചുമതലയേറ്റതായിരുന്നു സിസ തോമസ്. ഇപ്പോൾ ഈ രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇപ്പോഴും പ്രതിഷേധക്കാർ സർവകലാശാലയിൽ തുടരുകയാണ്. എന്താണ് സാഹചര്യം? ആര്യ, കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് സിസ തോമസ് സർവകലാശാലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിന് പിന്നാലെയാണ് SFI പ്രവർത്തകർ അവരെ തടയാനായിട്ട് ഓടിയെത്തിയെങ്കിലും പ്രദേശത്ത് ഈ SFI പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹത്തെ ഇവിടെ ഇറക്കിയിരുന്നു. പോലീസ് ഈ പ്രവർത്തകരെ തടയുന്ന ദൃശ്യങ്ങളായിരുന്നു കുറച്ച് മുൻപ് നമ്മൾ കാണിച്ചിരുന്നത്. എന്തായാലും പ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടില്ല. ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് SFI പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകർ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രാജ്ഭവനിലും അതുപോലെ തന്നെ സർവകലാശാലയിലൊക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. കാരണം ഈ 1013 സർവകലാശാല നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ സസ്പെൻഷൻ എടുത്തിരിക്കുന്നത്. എന്തായാലും 1014 സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കോടതിയിൽ ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാർ ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ് SFI. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ഡിജിറ്റൽ സർവകലാശാല BC ആയിട്ടുള്ള സിസ തോമസ് ചുമതലയെടുത്തത്. ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മേൽ 8 ദിവസത്തേക്കാണ് റഷ്യയിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇനി 4 ദിവസം മാത്രമാണ് സിസ തോമസിന് താൽക്കാലിക ചുമതലയുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം SFIയുടെ നേതൃത്വം നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ ചെറിയൊരു തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിലവിൽ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക വിസിയാണ് മോഹനൻ കുന്നുമ്മൽ. മോഹനൻ കുന്നുമ്മൽ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഒരു താൽക്കാലിക വിസിക്ക് ചുമതല കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് VC ഇവിടെ ഈ നിലവിൽ അധിക ചുമതല നൽകിയിട്ടുള്ള സിസ തോമസ് ഇവിടെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയമായി ഈ വിഷയങ്ങൾക്കകത്ത് പല ആളുകളും ഇടപെടുന്നുണ്ട്. ഗവർണർ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയമായി ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നുണ്ട്. ചാൻസലർ പറഞ്ഞത് അനുസരിക്കുമെന്നുള്ളതാണ് സിസ തോമസ് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇനി 4 ദിവസം മാത്രമേ മുന്നോട്ടുള്ളൂ. അത് കൃത്യമായിട്ട് നിർവഹിച്ച് മടങ്ങിപ്പോകുമെന്നുള്ളതാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത്. ആദ്യം സിസ തോമസ് അങ്ങനെയല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം ഉണ്ടെങ്കിൽ മാത്രം സർവകലാശാലയിൽ വരും, അല്ലെങ്കിൽ നിലവിൽ ചുമതലയുള്ളത് എവിടെയാണോ അവിടെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ മനഃപൂർവ്വം SFIയുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലേക്ക് പ്രതിഷേധം ഉണ്ടാവണം എന്ന് അതിന് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് VC നോക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങൾക്കകത്തും ശക്തമായ പ്രതിഷേധം തന്നെ SFI ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഈ ഭാരതാംബ വിവാദം വലിയ തോതിൽ വിവാദമായിരിക്കുന്നു. ആ വിവാദത്തിൽ SFI എത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ട്? കാരണം ആരാണ് ഭാരതാംബ എന്ന നിലയിൽ ക്യാമ്പസുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും സംഘപരിവാർ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ട പരിസരത്തിൽ SFIക്ക് ആ തലത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഇത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചു കൊണ്ടുവരുന്ന കാലഘട്ടത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ്. ആ ഘട്ടത്തിനകത്തൊന്നും ഈ ഭാരതാംബയും ഇത്തരത്തിലുള്ള ബിംബങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളെവിടെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം നമ്മുടെ നാടിനകത്ത് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ മതപരമായ രീതിയിലേക്ക് ചിത്രീകരിക്കുകയാണ്. അതിനെതിരെ ജനാധിപത്യ ബോധ്യമുള്ള ഈ കേരളത്തിനകത്ത് ജനങ്ങളും വിദ്യാർത്ഥികളും അതിനെതിരെ പ്രതിരോധം തീർക്കുമെന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.